എല്ലാവർക്കും സ്വാഗതം കേഡെക്സയുടെ യൂട്യൂബ് ചാനലിലേക്ക്. ഓട്ടോകാഡ് ട്യൂട്ടോറിയൽ സീരീസിലെ 6ാമത്തെ വീഡിയോ ആണിത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓഫ്സെറ്റ് എന്നുള്ളൊരു ടൂൾ ഡിസ്കസ് ചെയ്യുന്നു. പിന്നീട് ഓട്ടോകാഡിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡ്രോയിങ്ങുകൾ പ്രാക്ടീസ് ചെയ്യുന്നു. സോ നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഇവിടെ ഓഫ്സെറ്റ് എന്ന ടൂളിനെ പറ്റി പറയുകയാണെങ്കിൽ അതിന്റെ കമാൻഡ് O ആണ്. നിങ്ങൾക്ക് ഇവിടെ മോഡിഫൈ പാനലിൽ വന്നാൽ ഓഫ്സെറ്റ് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ? അവിടെ ക്ലിക്ക് ചെയ്തിട്ടും എടുക്കാം, അല്ലെങ്കിൽ കമാൻഡായ O ടൈപ്പ് ചെയ്ത് എന്റർ ചെയ്തിട്ടും എടുക്കാം. എന്താണ് ഓഫ്സെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന് പാരലായി നിശ്ചിത ഡിസ്റ്റൻസ് വിട്ട് എടുക്കുന്ന കോപ്പിയെയാണ് ഓഫ്സെറ്റ് എന്ന് പറയാം. എന്താണ്? ഒരു ഒബ്ജക്റ്റിന് നിശ്ചിത ഡിസ്റ്റൻസ് വിട്ട് പാരലായിട്ട് എടുക്കുന്ന കോപ്പിയെയാണ് എന്ത് പറയാ? ഓഫ്സെറ്റ് എന്ന് പറയാന്ന് മനസ്സിലാക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഒരു റെക്റ്റാങ്കിൾ വെച്ചിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാം. റെക്റ്റാങ്കിൾ എടുത്തു, അതിനകത്തൊരു ഡയമെൻഷൻ കൊടുത്തിട്ട് 200 എന്ന് പറഞ്ഞൊരു നീളവും 100 എന്ന് പറഞ്ഞൊരു വീതിയും കൊടുത്തു ഞാൻ റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്തു. ദെൻ പിന്നീട് എന്ത് ചെയ്യാ? O ടൈപ്പ് ചെയ്ത് എന്റർ ചെയ്യാ. O എന്ന് പറയുന്ന ഓഫ്സെറ്റിന്റെ കമാൻഡ്. സ്പെസിഫൈ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡിസ്റ്റൻസ് കൊടുക്കുക. ഞാൻ ഇവിടെ കൊടുക്കുന്ന ഒരു വാല്യൂ എന്ന് പറയുന്ന ഒരു 40 ആണ്. 40 കൊടുത്ത് എന്റർ ചെയ്തു. ഒബ്ജക്റ്റിനെ ക്ലിക്ക് ചെയ്യാം. കണ്ടോ? മുകളിലേക്കോ, അതായത് ഔട്ടറിലേക്കോ ഇന്നറിലേക്കോ നമുക്ക് എന്ത് ചെയ്യാം? ഓഫ്സെറ്റ് ചെയ്യാം. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എന്താക്കി? ഓഫ്സെറ്റ് കുറെ എണ്ണം ചെയ്തു. ഇനി നമുക്ക് അടുത്തൊരു ഡിസ്റ്റൻസ്, അതായത് ഈ ഒരു റെക്റ്റാങ്കിൾ ഡിസ്റ്റൻസ് ഒരു 10 ആണ് വേണ്ടതെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം വരച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഫ്സെറ്റ് എന്ത് ചെയ്യണം? ക്വിറ്റ് ചെയ്യണം. ക്വിറ്റ് ചെയ്യാൻ വേണ്ടി 2 മാർഗങ്ങളല്ലേ ഉള്ളത് ഒരു ടൂളിൽ നിന്ന് ക്വിറ്റാവാൻ. എസ്കേപ്പ് ചെയ്താലും ക്വിറ്റാവും, എന്റർ ചെയ്താലും ക്വിറ്റാവും. സോ ഞാനിവിടെ എന്റർ ചെയ്യുന്നു. ഇനി ഒന്നും കൂടെ നമ്മൾ ഓഫ്സെറ്റ് എടുക്കണ്ടേ? എങ്കിലേ നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. തൊട്ടു മുന്നേ ഉപയോഗിച്ച ടൂള്, അതായത് തൊട്ടു മുന്നേ ക്വിറ്റ് ചെയ്ത ടൂള് നമുക്ക് തിരിച്ചെടുക്കണമെങ്കിൽ ഓട്ടോകാഡിന്റെ കേസിൽ എന്റർ ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? തൊട്ടു മുന്നേ യൂസ് ചെയ്ത ടൂള് തിരിച്ചെടുക്കാൻ എന്റർ ചെയ്താൽ മതി. അപ്പൊ ടൂള് റിപ്പീറ്റ് ചെയ്ത് കിട്ടും. അപ്പൊ ഞാൻ എന്റർ ചെയ്യുന്നു. സ്പെസിഫൈ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് വാല്യൂ ഞാനൊരു 20 കൊടുക്കുകയാണ്. ക്ലിയർ? അപ്പൊ എനിക്ക് 20 മതി. അടുത്തൊരു ഡിസ്റ്റൻസ് 10 ആണെങ്കിൽ ഈ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടൂൾ എന്ത് ചെയ്യുന്നു? ക്വിറ്റ് ചെയ്യുന്നു, എന്റർ അടിച്ചിട്ട് അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്തിട്ട് വീണ്ടും സെയിം ടൂൾ തിരിച്ചു വരാൻ എന്റർ ചെയ്യുന്നു. അവിടെ 10 എന്ന വാല്യൂ കൊടുക്കുന്നു. കണ്ടോ? ഇങ്ങനെ ചെയ്യാം. ഇനി ഓഫ്സെറ്റിലുള്ള വേറൊരു ഓപ്ഷൻ ഉണ്ട്, ഒന്ന് ചെക്ക് ചെയ്യണേ, ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഓഫ്സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനെ ഇപ്പൊ ഒരു 50 പറഞ്ഞ ഓഫ്സെറ്റ് ചെയ്യുമ്പം ഇത് ആദ്യത്തെ ഒബ്ജക്റ്റും ആ 50ൽ വരുന്നത് രണ്ടാമത്തെ ഒബ്ജക്റ്റും അല്ലേ? അതായത് ആദ്യത്തെ ഒബ്ജക്റ്റ് വരുമ്പോൾ സോഴ്സ് ഒബ്ജക്റ്റ്. ഈ സോഴ്സ് ഒബ്ജക്റ്റിനെ ഡിലീറ്റ് ആവുന്ന ഒരു കേസും കൂടെ ഓഫ്സെറ്റിൽ ഉണ്ടാവാറുണ്ട്. അതൊന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പൊ നമ്മൾ O ടൈപ്പ് ചെയ്ത് എന്റർ ചെയ്ത പാട് ബ്രാക്കറ്റിൽ ഇറേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ ഇവിടെ എന്താ കണ്ടീഷൻ? ഇറേസ് സോഴ്സ് ഒബ്ജക്റ്റ് ആഫ്റ്റർ ഓഫ്സെറ്റിംഗ് അല്ലേ? ആ കണ്ടീഷൻ നോ ആയതുകൊണ്ടാണ് നമ്മൾക്ക് എന്ത് കിട്ടുന്നത്? ആദ്യത്തെ കേസിൽ സോഴ്സ് ഒബ്ജക്റ്റും കോപ്പിയും കിട്ടുന്നത്. ഈ കണ്ടീഷൻ S ആണെങ്കിൽ S ആക്കി കൊടുത്തിട്ട് നിങ്ങളൊരു വാല്യൂ കൊടുത്തേ. ഇനി ക്ലിക്ക് ചെയ്ത് നോക്കിയേ, കണ്ടോ? ആ ഒറിജിനൽ ഒബ്ജക്റ്റ്, അതായത് സോഴ്സ് ഒബ്ജക്റ്റ്, ആദ്യത്തെ ഒബ്ജക്റ്റ് ഡിലീറ്റ് ആയി പോകുന്ന അവസ്ഥ കാണാൻ. കോപ്പി മാത്രമേ കിട്ടത്തുള്ളൂ. ഇതൊന്ന് ചെക്ക് ചെയ്യണേ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇതൊരു ലൈനെ വെച്ച് ക്രിയേറ്റ് ചെയ്ത് നോക്കിയാലോ? അതായത് ഞാൻ കോർണർ ക്രിയേറ്റ് ആവുന്ന രീതിയിൽ ഒരു ഷേപ്പ്, ലൈൻ വെച്ച് ഇങ്ങനെ കോർണർ ക്രിയേറ്റ് ആവുന്ന രീതിയിൽ ഒരു ഷേപ്പ് ചെയ്തു. അതുപോലെ പോളി ലൈൻ വെച്ചിട്ട് ഇതുപോലെ ഒരു കോർണർ ക്രിയേറ്റ് ആവുന്ന രീതിയിൽ ഷേപ്പ് ചെയ്തു. ഓഫ്സെറ്റ് എടുക്കുന്നു. വാല്യൂ 30 തന്നെ ഇവിടെ നിൽക്കട്ടെ, നേരത്തെ കൊടുത്ത് എന്റർ ചെയ്യുന്നു. ഇവിടെ ലൈൻ വെച്ചിട്ട് ചെയ്യുമ്പം നോക്കണേ, സോറി, ഇവിടെ ഇറേസ് സോഴ്സ് ഒബ്ജക്റ്റ് എനേബിൾ ആയിരുന്നു കേട്ടോ. അത് ഞാനൊന്ന് ഡിസേബിൾ ആക്കാം. ഇറേസിൽ പോയിട്ട് നോ എന്ന് കൊടുക്കാം. അപ്പൊ വീണ്ടും 30 കൊടുത്തു. ഇതാ ഇവിടെ ഇതുപോലൊരു കോർണർ ഉള്ള രീതിയിൽ നമ്മൾ ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് ഓഫ്സെറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം, ഇതുപോലൊരു ഗ്യാപ്പ് വരും. ഓക്കെ, ക്ലിയർ? ഈ ഗ്യാപ്പ് എങ്ങനെ ഫില്ല് ചെയ്യാം? ഫില്ലറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലൂടെ, ഫില്ലറ്റ് പറഞ്ഞ ഓപ്ഷൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇത് ഫില്ല് ചെയ്യുന്നത്, ഫില്ലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വെച്ചിട്ട് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന എങ്ങനെയാന്ന് പഠിക്കാം. ജസ്റ്റ് F ആണ് ഫില്ലറ്റിന്റെ കമാൻഡ്. F ടൈപ്പ് ചെയ്ത് എന്റർ ചെയ്യാം. ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. എന്നാൽ ഇതുപോലെ കോർണർ ക്രിയേറ്റ് ആവുന്ന ഒരു പോളി ലൈൻ വെച്ചിട്ടാണ് ഓഫ്സെറ്റ് ചെയ്യുന്നതെങ്കിലോ അവിടെ ഈ പ്രശ്നം വരത്തില്ല.
മനസ്സിലായോ? ക്ലിയർ? അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾക്കിപ്പം ഈ ഡയറക്റ്റ് പോളി ലൈൻ വന്ന പോലെ, അതായത് ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇല്ലാണ്ട് കോർണർ ക്രിയേറ്റ് ആവണം ഓഫ്സെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ വരണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ലൈൻ വെച്ച് വരച്ചതിനെ ജോയിൻ ആക്കിയിട്ട് ഓഫ്സെറ്റ് ചെയ്താലും മതി. ലൈനെ ജോയിൻ ചെയ്ത് എന്താവും? പോളി ലൈൻ ആവുമല്ലോ. ഓക്കെ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ലൈൻ വെച്ച് ചെയ്തിട്ട് ഫില്ലറ്റ് കോർണർ വെച്ചിട്ട് എന്ത് ചെയ്യാം? ഇതുപോലെ കോർണർ ക്രിയേറ്റ് ആക്കാം. ഏത് രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ക്ലിയർ? മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഈ ഒരു ഡ്രോയിങ്ങുകളൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ഡ്രോയിങ് നമ്മൾ നോക്കുവാണെങ്കിൽ, അപ്പോ ഒന്നും കൂടെ പറയാനുള്ളത്, എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, നമ്മളൊരു ഓട്ടോകാഡിന്റെ പേജ് ഓപ്പൺ ആക്കിയ പാട് നമ്മൾ അതിന് കൃത്യമായ ലിമിറ്റ് കൊടുക്കുക, കൃത്യമായ യൂണിറ്റ് കൊടുക്കുക, എന്നിട്ട് മാത്രമേ വരച്ച് തുടങ്ങാൻ പാടുള്ളൂ. ഓക്കെ. ഡ്രോയിങ് 1ന്റെ കേസിലേക്ക് വരുമ്പോൾ ഇതിന്റെ താഴെ, അതായത് ഹൊറിസോണ്ടൽ അളവ് വരുന്നത് 110 ആണ്. ലൈൻ എടുക്കുന്നു, ഫസ്റ്റ് പോയിന്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് 110 എന്ന് എൻ്റർ ചെയ്യാണ്. മുകളിലേക്ക് വരുന്ന വാല്യൂ എത്രയാണ്? ഇവിടെ 25 അല്ലേ? അപ്പൊ ഞാനിവിടെ 25 കൊടുത്ത് എൻ്റർ ചെയ്യുന്നു. പിന്നീടുള്ള വാല്യൂ ഇല്ലേ, അതായത് ഈ വാല്യൂ ഡയറക്റ്റ് ഇവിടെ തന്നിട്ടില്ല. പകരം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഇവിടുന്ന് ഇവിടം വരെ 80 എന്ന് തന്നിട്ടുണ്ട്. ഈ എൻഡ് മുതൽ എൻഡ് വരെ 110 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 110 മൈനസ് 80 കൊടുത്താൽ പോരെ? എത്ര വരും? 30 അല്ലേ വരുക? ടോട്ടലാണ് 30. അതായത് ഇവിടെയും കൂടെയാണ് 30 വരിക. അപ്പൊ ഇവിടെ 15 ഇട്ട് കൊടുക്കാം, ഇവിടെയും 15 ഇട്ട് കൊടുക്കാം. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 15 ഇട്ട് കൊടുക്കാം. പിന്നെ വരുന്നത് എന്താ? മുകളിലേക്കുള്ള ഈ അളവ് തന്നിട്ടില്ല. പകരം ടോട്ടൽ അളവ് 60 എന്നും തന്നിട്ടുണ്ട്, ഇവിടെ 25 എന്നും തന്നിട്ടുണ്ട്. മനസ്സിലായോ? 60 മൈനസ് 25 35 അല്ലേ? അപ്പൊ ആ വാല്യൂ എത്രയായിരിക്കും? 35 അഥവാ 35 ആയിരിക്കും. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വാല്യൂ നോക്കിയേ. ഈ വാല്യൂ തന്നിട്ടില്ല. പകരം ടോട്ടൽ അളവ് 80 എന്നും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവ് 40 എന്നും തന്നിട്ടുണ്ട്. അപ്പൊ 80 മൈനസ് 40 അല്ലേ? അപ്പൊ ഇവിടെ 20ഉം ഇവിടെ 20 ഇട്ട് കൊടുക്കാം. 20 കൊടുത്ത് എൻ്റർ ചെയ്യാം. താഴേക്ക് എത്രയാ വരുന്നത് നോക്കിയേ. അത് 25 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? 25 കൊടുക്കാം. അഗെയിൻ പിന്നെയുള്ളത് എന്താണ്? 40 ആണ്. അപ്പൊ അത് 40 എന്ന് കൊടുക്കുക. അഗെയിൻ മേലേക്ക് 25 ആണ്, ഇങ്ങോട്ട് 20 തന്നെയാണ്, താഴേക്ക് എത്രയാണ്? 35 ആണ്. അറിയാലോ? ഇതേപോലെ അഗെയിൻ 15 ആണ്, താഴേക്ക് വരിക. നമുക്ക് ക്ലോസ് ചെയ്താലും മതി. ക്ലോസ് ഉണ്ടോ? സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്നല്ലേ. നമുക്കൊന്ന് എങ്ങനെ ഇതുപോലെ അളക്കുക? ഇവിടെ അനോട്ടേഷൻ പാനലിൽ ലീനിയർ ഡയമെൻഷനിൽ ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റ് പോയിന്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, സെക്കൻഡ് പോയിന്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. വീണ്ടും സെയിം ഡയമെൻഷൻ, ലീനിയർ ഡയമെൻഷൻ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യണമെന്നില്ല, എൻ്റർ കൊടുത്താൽ മതി. ഇത് എത്രയാണ്? 25. ഇവിടുത്തെ കേസ് നോക്കിയേ, 25 അല്ലേ? ഇത് 15, 35. ഇത് ഈ മെഷർമെന്റ് നമ്മൾ ഇവിടെ എഴുതിയിട്ടില്ല എങ്കിലും നമ്മളത് കൊടുത്തത് കൊണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കാണിക്കുന്നു മാത്രം. ഇത് എത്രയാണ്? 20 ആണ്. ഇത് എത്രയാണ്? 40 ആണ്. അപ്പൊ ഇവിടം മുതൽ ഇവിടം വരെ എത്രയാണ്? 80 ആണ്. പിന്നെ ഇവിടം മുതൽ ഇവിടം വരെ എത്രയാണ്? 60 ആണ്. ക്ലിയർ അല്ലേ? ഈ ഡ്രോയിങ് വരച്ചുവല്ലോ, മനസ്സിലായല്ലോ? ക്ലിയർ? ഓക്കെ. രണ്ടാമത്തെ ഡ്രോയിങ് 2ലേക്ക് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ, താഴത്തെ ഭാഗം 80 അല്ലേ? അപ്പൊ ലൈൻ എടുത്തിട്ട് എന്ത് കൊടുക്കുക? ഇവിടുന്ന് ഇങ്ങോട്ട് 80 എന്ന് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കേസ്, പിന്നെ ഇവിടെ വരക്കുമ്പം ഇവിടെ ചെരിഞ്ഞിട്ടാണുള്ളത്. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? 80 ഇവിടെ വരച്ചതിന് ശേഷം ഇവിടുന്ന് ഇങ്ങനെ വന്ന് കണക്ട് ചെയ്ത് പോകണം, എളുപ്പത്തിൽ അത് വരച്ചെടുക്കാം. അപ്പോ ഈ ലൈൻ ഇവിടെ എൻ്റർ അടിച്ച് ക്വിറ്റ് ചെയ്തു, വീണ്ടും എൻ്റർ അടിച്ച് ഒരു പുതിയ ലൈൻ ക്രിയേറ്റ് ആക്കുന്നു. 50 അല്ലേ? 50 അല്ലേ ഇതിന്റെ അളവ് വരുന്നേ? 50. ക്ലിയർ? ദെൻ ഇത് 30 അല്ലേ? 30 കൊടുക്കുകയാണ്. ദെൻ താഴേക്ക് വരുന്നതും 30 അല്ലേ? ദെൻ ഇവിടുന്ന് 25 അല്ലേ വരുന്നത്? എന്ത് ചെയ്യാം? 25 കൊടുക്കാം. ദെൻ ഒന്ന് നോക്കിയേ, 25 വരെ സ്ട്രെയിറ്റ് വന്നു, 25 കൊടുക്കുന്നത് വരെ. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടൊരു കണക്ഷൻ അല്ലേ വരുന്നത്? ഡയറക്റ്റ് ഇവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്താൽ മതി.
ഒന്ന് അളന്ന് നോക്കിയേ. ഇവിടെ വരാം. 80, 50, 30, 30, 25. ക്ലിയർ? നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ പോയിന്റിലേക്കുള്ള സ്ട്രെയിറ്റ് അളവ് 20 എന്നും കിട്ടും. അതുപോലെ ഇവിടുന്ന് ഈ പോയിന്റിലേക്കുള്ള ഈ അളവ് എത്രയെന്നും കിട്ടും? 25 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? വരക്കാലോ? അപ്പോ രണ്ടാമത്തെ ഡ്രോയിങ്ങും ക്ലിയർ ആയി. ദെൻ മൂന്നാമത്തെ ഡ്രോയിങ്ങിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ താഴത്തത് 80 ആണ് വരുന്നത് അല്ലെ? അപ്പൊ എന്ത് ചെയ്യാം? 80 കൊടുക്കുക, എൻ്റർ ചെയ്യാം. പിന്നീട് വരുന്നത് 30 അല്ലേ? 30 അല്ലേ? നോക്കിയേ, 30. ഈ ഒരു സൈഡിലേക്ക് അളവ് എത്ര വരുന്നു ചെക്ക് ചെയ്തേ. ഇവിടെ അളവില്ല, പകരം ടോട്ടൽ അളവ് 80, ഈ അളവ് 40. അപ്പൊ 80 - 40, 40. ഇപ്പൊ ഇവിടെ 20, ഇവിടെ 20. 20 കൊടുക്കുക. ദെൻ മുകളിലേക്ക് വരുന്നത് എത്രയാണ്? ഇവിടെ 30 ഉണ്ട്, മേലെ 15 ഉണ്ട്. അതായത് 15 ആണ് അല്ലെ? അവിടെ കൃത്യമായ അളവ് കൊടുത്തിട്ടുണ്ട്, 15. അപ്പൊ ഇവിടെ മേലേക്ക് 15 കൊടുക്കുക. 15. പിന്നീട് 40 ആണ്. ഇഗൈൻ താഴേക്ക് 15 തന്നെ, സൈഡിലേക്ക് 20 തന്നെ, താഴേക്ക് വരിക, ക്ലോസ് കൊടുക്കുക. അത് സിമ്പിൾ ആയിട്ട് വരക്കാം. പിന്നെ വരുന്നത് 2 സർക്കിളാണ്. ആ സർക്കിൾ വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എൻഡിൽ നിന്നും സർക്കിളിന്റെ സെന്ററിലേക്ക് 20 എന്നും, ഓക്കെ, അതുപോലെ ഇവിടുന്ന് താഴേക്ക് 15 എന്നും തന്നിട്ടുണ്ട്. ഇത് ടോട്ടൽ 30 ആയതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടും 15 തന്നെ, ഇവിടുന്ന് ഇങ്ങോട്ടും 15 തന്നെ. അപ്പൊ നമുക്ക് ആദ്യം 20 എന്ന് പറഞ്ഞ വാല്യൂ എങ്ങനെ ഇടുക നോക്കാം. നമ്മളിപ്പോ ഓഫ്സെറ്റ് പഠിച്ചിട്ടില്ലേ? അതെടുത്താൽ മതി. ഓഫ്സെറ്റ് എടുക്കുക, 20. മുകളിലേക്ക് എത്രയാ വേണ്ടത്? 15 അല്ലേ? ഓഫ്സെറ്റ് ചെയ്യുക, 15. അപ്പൊ ഇതായിരിക്കും സർക്കിളിന്റെ സെന്റർ പോയിന്റ്. സർക്കിൾ എടുക്കുക, സെന്റർ പോയിന്റ് ഇതാക്കുക. റേഡിയസ് എത്രയാ വരുന്നത്? R8. റേഡിയസ് 8 ആണ്. അപ്പൊ റേഡിയസ് എന്ത് ചെയ്താൽ മതി? 8. നമുക്കറിയാലോ, സർക്കിൾ സെന്റർ പോയിന്റ് കൊടുത്ത പാട് വരുന്ന ഓപ്ഷൻ റേഡിയസ് ആയിരിക്കും. ഡയമീറ്റർ ആണെങ്കിൽ പിന്നീട് ആ ബ്രാക്കറ്റിൽ കാണുന്ന ഡയമീറ്ററിൽ ക്ലിക്ക് ചെയ്താലേ ഡയമീറ്റർ ആവത്തുള്ളൂ. ഡിഫാൾട്ട് എപ്പോഴും റേഡിയസ് ആണ്. ക്ലിയർ? ഇനി ഇവിടെ അതുപോലെ തന്നെ അല്ലേ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് വീണ്ടും ഇതുപോലെ ഓഫ്സെറ്റ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ മിറർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പഠിച്ചിട്ടില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? അത് വെച്ച് ചെയ്താൽ മതി. MI ആണ് ഷോർട്ട് കീ വരിക, എൻ്റർ ചെയ്യുക. ഈ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് ഓഫ് മിറർ ലൈൻ എന്ന് ചോദിക്കുമ്പോൾ ഓർത്ത് ഓൺ ആക്കണേ. ഇവിടെ ക്ലിക്ക് ചെയ്യുക, സെക്കൻഡ് പോയിന്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഒന്ന് അളന്ന് നോക്കിയേ, നമുക്ക് അളന്ന് നോക്കാലോ. ഈ പോയിന്റ് ഒന്ന് ഇങ്ങോട്ട് എത്രയുണ്ട്? 20 ആണ്. ഇത് കറക്റ്റ് 20 അല്ലേ? അതുപോലെ ഇവിടുന്ന് ഈ പോയിന്റിലേക്കുള്ള അളവ് എത്രയാണ്? 15 ആണ്. സെറ്റ് അല്ലേ? അപ്പോ ഇതുപോലുള്ള കേസുകൾ വരുമ്പോൾ നമ്മൾ വീണ്ടും കൊണ്ട് ഓഫ്സെറ്റ് ചെയ്ത് സമയം കളയണ്ട. ഈ സൈഡിലുള്ളതുപോലെ ഇപ്പുറം കിട്ടണമെങ്കിൽ മിറർ ചെയ്താൽ മതി. MI എന്ന് പറഞ്ഞ കമാൻഡ്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ റേഡിയസ് ഒക്കെ അളന്ന് എഴുതാൻ അറിയാലോ. ലീനിയർ ഡയമെൻഷന്റെ റൈറ്റ് സൈഡിലെ ഏറോയിൽ ക്ലിക്ക് ചെയ്യാം, റേഡിയസ് എടുക്കുക, ഉണ്ടോ? പിന്നെ ബാക്കിയുള്ള ഡയമെൻഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്തെടുക്കാം. ഡ്രോയിങ് 4 നോക്കിയാലോ. ഈ വാല്യൂ 70 ആണ്. ഇതുവരെയുള്ള വാല്യൂ എത്രയാണ്? 60 ആണ്. അപ്പൊ 70, 60 ആണ് ഇവിടെ വരുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് റെക്ടാംഗിൾ വരച്ചാലും മതിയില്ലേ? റെക്ടാംഗിൾ എടുക്കുക, ഡയമെൻഷൻ നീളം 70യും വീതി അഥവാ വിഡ്ത് 60യും വരച്ചു. അതായത് ഇത് 70യും ഇത് 60 ആണ്. ഇവിടെ നോക്കിയേ നിങ്ങള്, 70 ആണ്, 60 ആണ്. പിന്നീട് വരുന്നത് ഇങ്ങനെ പോകുന്ന ലൈനിന്റെ സെന്റർ ബേസ് ആക്കിയിട്ട് 35 റേഡിയസുള്ള ഔട്ടർ ഉള്ള ഒരു ആർക്കും റേഡിയസ് 20 ഉള്ള ഇന്നറിലുള്ള ഒരു സർക്കിളും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? റേഡിയസ് 35 ഉള്ള ഈ ഒരു ആർക്ക് ഭാഗം വരക്കാം. നമ്മൾ ആർക്ക് വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആർക്ക് തന്നെ വരക്കണമെന്നില്ല, സർക്കിൾ വരച്ച് ട്രിം ചെയ്താലും മതി. ഇത് സെന്റർ ആക്കുക. റേഡിയസ് എത്രയാണ് പറഞ്ഞത്? 35 അല്ലേ? ഈ പോയിന്റ് ക്ലിക്ക് ചെയ്താലും മതി, അല്ലെങ്കിൽ 35 എന്ന് കൊടുക്കുകയും ചെയ്യാം. ക്ലിയർ? അതിനുശേഷം ചെയ്യേണ്ടത് ഈ താഴേക്കുള്ള ഭാഗം ഇല്ലല്ലോ, TR എൻ്റർ ചെയ്യുക.
ഓക്കെ. അടുത്തത് R20 ആണ്, റേഡിയസ് 20. എന്ന് കൊടുക്കും. ക്ലിയർ അല്ലേ? then ഈ ഭാഗത്തിന് ട്രിം ചെയ്താൽ മതി. റെഡി അല്ലേ? ക്ലിയർ. ഇനി എന്താ വരക്കേണ്ടത്? ഇവിടുന്ന് 15 അളവ് പറയുന്നുണ്ട്, അതുപോലെ ഇവിടുന്ന് 10 എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ 10 ആണ്, പിന്നെ ഇവിടെയും 10 ആയിരിക്കും. ഓക്കെ. ഓഫ്സെറ്റ് ചെയ്യുക 15. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു സിംഗിൾ ഒബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഓഫ്സെറ്റ് ചെയ്യുമ്പോൾ ടോട്ടലി വരും ഇതുപോലെ. നോക്കണേ കണ്ടോ? നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ സെപ്പറേറ്റ് ആക്കിക്കോ. എക്സ് അടിച്ച് എക്സ്പ്ലോഡ് ചെയ്തോ. എക്സ് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക, ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യുക. ഓഫ്സെറ്റിൽ 15 കൊടുക്കുക. ശരിയല്ലേ? 15 ആണ്. ഇവിടുന്ന് ഇങ്ങോട്ട് 10 അല്ലേ? ക്ലിയർ. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് 10. ദെൻ ഇവിടുന്ന് മേലേക്കുള്ള അളവും 15 ആണ്. അപ്പൊ വീണ്ടും ഓഫ്സെറ്റ് എടുക്കുന്നു, 15 സെറ്റ് ചെയ്യുന്നു. ഓക്കെ. നേരത്തെ 15 ആയിരുന്നു വന്നത് കേട്ടോ, 10 ആണ് വേണ്ടത്. ഓക്കെ. അതായത് ഇത് 15, ഈ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും 10, ഈ മുകളിലേക്കുള്ളതും 15. 15, 10, 10, 15. ഇതിന്റെ അളവ് 50 ആണ് വരുന്നത്. ടോട്ടൽ അളവ് 50. അല്ലേ? നോക്കി. ആണ്. കറക്റ്റ് തന്നെ. ട്രിം ചെയ്യാം. ക്ലിയർ അല്ലേ? ചെയ്യാലോ. അളക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാലോ. റേഡിയസും അതുപോലെ ലീനിയർ ഡയമെൻഷൻ ഒക്കെ എടുത്ത് അളന്ന് നോക്കുക. അടുത്തത് ലാസ്റ്റ് ഈ ഒരു ഡ്രോയിങ് ആണ്. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ പറഞ്ഞല്ലേ, കുറച്ചും കൂടെ ഒരു വരക്കാനുണ്ട്, കാര്യങ്ങൾ വരക്കാനുണ്ട്. ആദ്യം 120 ഒരു ലൈനാണ് വരക്കേണ്ടത്. 120. ഇതിന് മുകളിലേക്ക് എത്രയാ വരുന്നത് നോക്കിയേ? 44 ആണ് വരുന്നത്. 44 കൊടുത്ത് എൻ്റർ ചെയ്യാം. ഇനി നിങ്ങൾ നോക്കിയേ, ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുക്കണമെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആംഗിളോ ഡിസ്റ്റൻസോ ഒന്നും തന്നെ തന്നിട്ടില്ല. ഈ ആംഗിൾ എത്രയാണെന്ന് തന്നിട്ടില്ല, അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഡിസ്റ്റൻസ്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഒന്നും തന്നിട്ടില്ല. പകരം നമുക്ക് ഇതുവഴി ഇങ്ങ് പോവാം. 36 അല്ല, 44 തന്നെയല്ലേ? നോക്കി. ആണ്. 44 പറഞ്ഞൊരു വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 44. ദെൻ പിന്നെ ഒരളവ് തന്നിട്ടുണ്ട്, 33 ആണ്. എന്താണ് തന്നിട്ടുള്ളത്? 33 ആണ്. അവിടെ ക്ലിക്ക് ചെയ്ത് 33 കൊടുത്ത് എൻ്റർ ചെയ്യുന്നു. ഇങ്ങോട്ടുള്ള അളവ് എത്രയാ? 33 തന്നെയാണ് അല്ലെ? ഇത് 33 ആണ്. ഇവിടുന്ന് 33 കൊടുക്കുക. അപ്പോ ഇവിടുന്ന് 33, ഇവിടുന്ന് 33 വന്നതിന് ശേഷം ഇവിടുന്ന് ഒരു ലൈൻ വെച്ചിട്ട് ഇവിടേക്ക് മൗസ് വെക്കുമ്പോൾ ഇവിടെ ഒരു എൻഡ് പോയിന്റ് ക്രിയേറ്റ് ആവുന്നതാണ്. മനസ്സിലായോ? ഇവിടുന്ന് 33 കൊടുത്തു, സോറി, ഇവിടുന്ന് 44 കൊടുത്തു, പിന്നീട് 33 അല്ലേ? അപ്പൊ ഈ ലാസ്റ്റ് വരച്ച 33ന്റെ എൻഡിൽ നിന്നും ഈ 44ന്റെ എൻഡിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം. അതിനുശേഷം ഈ 2 ലൈനും ഡിലീറ്റ് ചെയ്ത് കളയാം. ഇതുപോലെ കിട്ടുമല്ലോ. പിന്നീട് ഒരു 45 ആണ് വരുന്നത്. 45 കൊടുക്കുക. അതിനുശേഷം വാല്യൂ ഒന്നും ഇല്ലല്ലോ. ഇല്ല. പിന്നെ ഡയറക്റ്റ് കണക്ട് ചെയ്താൽ മതി. അതായത് 120 വരച്ചു, 44 വരച്ചു, ഇവിടുന്ന് പോകാൻ അളവില്ലാത്തതുകൊണ്ട് തിരിച്ച് ഇതുവഴി വന്നു, 44 കൊടുത്തു, ഒരു 33, രണ്ടാമത്തെ 33 കൊടുത്തു. ഈ രണ്ടാമത്തെ 33ന്റെ എൻഡിന്ന് ഈ 44ന്റെ എൻഡിലേക്ക് ലൈൻ വരച്ചു, ഈ 2 ലൈനും കട്ട് ചെയ്ത് കളഞ്ഞു. ദെൻ പിന്നീട് വരുന്നത് എന്താണ്? 36 എന്ന് പറഞ്ഞ്, അതായത് നമ്മൾ ഈ സർക്കിളിന്റെ സെന്ററിലേക്ക് ഒരു 36 പറഞ്ഞ അളവ് വരുന്നുണ്ട്. ഹൊറിസോണലായിട്ടും വെർട്ടിക്കലായിട്ടും അതുപോലെ വരുന്നുണ്ട്. നമുക്ക് രണ്ട് സൈഡിലേക്ക് 36 ഇട്ട് കൊടുക്കാം. ഓഫ്സെറ്റ് മുഖേന എന്ത് ചെയ്യാം? 36 ഇടാം. 36 ഇങ്ങോട്ടും 36 ഇങ്ങോട്ടും. നോക്കിയേ, 36 കറക്റ്റ്. സർക്കിൾ വരക്കാം. അതിന്റെ ഡയമീറ്റർ 36 ആണ് കേട്ടോ. സർക്കിൾ എടുക്കുക, സെന്റർ പോയിന്റ് ഇവിടെ കൊടുക്കുക. ശ്രദ്ധിക്കുക, ഡിഫാൾട്ട് വരുന്നത് റേഡിയസ് ആണ്. ഡയമീറ്റർ വരണമെങ്കിൽ ഡയമീറ്ററിൽ ക്ലിക്ക് ചെയ്യുക, 36 കൊടുക്കുക. സെറ്റ്. അടുത്തെന്താണ്? ഇവിടുന്ന് ഇങ്ങോട്ട് 84 ആണ്. ഇവിടുന്ന് ഇങ്ങോട്ട് 84ഉം
അതുപോലെ ഇവിടുന്ന് മേലോട്ട് 20 ആണ് അല്ലേ? ഓക്കെ. വീണ്ടും ഓഫ്സെറ്റ് എടുക്കുക 84. ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുക്കുക. എൻ്റർ അടിച്ച് ക്വിറ്റ് ചെയ്യുന്നു. വീണ്ടും 20. കണ്ടോ? സർക്കിൾ എടുക്കാം. സർക്കിൾ എടുക്കുന്നത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഡയമീറ്റർ 20 ആണ് അല്ലേ? എന്താണ് ഡയമീറ്റർ 20? ഡയാമീറ്റർ 20 ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എൻ്റർ ചെയ്യുക. ദെൻ ഇതിനെ ഡിലീറ്റ് ചെയ്യുക, ഇതിനെ ഡിലീറ്റ് ചെയ്യുക, ഇതിനെ ഡിലീറ്റ് ചെയ്യുക, ഇതിനെ ഡിലീറ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വരച്ചെടുക്കാം. ഡയമീറ്റർ എങ്ങനെയാ കാണുക? ഇവിടെ വരുക, ഡയാമീറ്ററിലേക്ക് വന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈസിയാന്ന് വിചാരിക്കുന്നു. ഡ്രോയിങ്ങൾ ഒന്നും കൂടെ നിങ്ങൾ നോക്കിക്കോ. കണ്ടോ? ഇത് രണ്ടാമത്തേത്, ഇത് മൂന്നാമത്തേത്, ഇത് നാലാമത്തേത്, ഇത് അഞ്ചാമത്തേത്, ഇത്. നിങ്ങൾക്ക് ഈ ഡ്രോയിങ് വേണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻ നോക്കി ഇത് വരക്കാൻ പറ്റുന്നില്ല, ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ അതിനകത്തേക്ക് ഒരു ഹായ് മെസ്സേജ് ഇട്ടാൽ മതി. ഞാനത് തീർച്ചയായും സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നാളെ കാണുന്നതുവരെ ബൈ ബൈ.